അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിമാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നല്ല രീതിയിൽ വെയിറ്റേജ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് വാങ്ങിക്കുവാൻ സാധിക്കുന്ന കമ്മോഡിറ്റീനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻ എക്കണോമിക്സ്, ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ ദി എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റിയാണ്. നമുക്കറിയാം പ്രൈസും ഡിമാൻഡും എപ്പോഴും നെഗറ്റീവ് റിലേഷനാണ്, അതായത് ഇൻവേഴ്സ് റിലേഷനാണ്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അതാണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഇൻകം ഓഫ് ദി കൺസ്യൂമറാണ്. അതായത് നമ്മുടെ ഡിമാൻഡിൻ്റെയും അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ റിലേഷനാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഗുഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഫീരിയർ എന്നും അതുപോലെ തന്നെ നോർമൽ ഗുഡ്സ് എന്നും. അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. ഇതിൽ നമ്മൾ പ്രൈസിൻ്റെയും അതുപോലെ തന്നെ ഡിമാൻഡിൻ്റെയും റിലേഷനാണ് നോക്കുന്നത്. ഇതിലും ഗുഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും രണ്ടാമത് കോംപ്ലിമെൻ്ററി ഗുഡ്സും. അടുത്തതെന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു വസ്തുവിനോടുള്ള ആവശ്യകത കൂടുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡും കൂടും. അതുപോലെ നമുക്ക് ഒരു വസ്തുവിനോടുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ കുറയുവാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് നോർമൽ ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് നോക്കാം. നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഗുഡ്സാണ്. അതായത് നമ്മുടെ ഇൻകവും അതുപോലെ ഡിമാൻഡും പോസിറ്റീവ് റിലേഷനാണ് നോർമൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവിടെ എന്താണ്, പ്രൈസും ഡിമാൻഡും നെഗറ്റീവ്ലി റിലേഷൻ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം കൂടുന്ന സമയത്ത് നമ്മളാണെങ്കിൽ കുറച്ചും കൂടെ ലക്ഷ്വറീസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അതേപോലെ നമുക്ക് വരുമാനം കുറയുന്ന സമയത്ത് നമ്മളെന്താണ് അതിനനുസരിച്ച് സാധനങ്ങളായിരിക്കും വാങ്ങിക്കുക. പിന്നീട് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസും ഡിമാൻഡും പോസിറ്റീവ് റിലേഷനും അതുപോലെ തന്നെ ഇൻകവും ഡിമാൻഡും നെഗറ്റീവ് റിലേഷനും ആയിരിക്കും. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ വരുമാനം കുറവാണെങ്കിൽ നമ്മൾ അത്രയും കുറഞ്ഞ സാധനങ്ങളല്ല വാങ്ങിക്കുക. ഇപ്പോൾ വരുമാനം കുറയുമ്പോൾ നമ്മളെന്താണ് കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതേസമയം വരുമാനം കൂടുമ്പോൾ നമ്മൾ ലക്ഷ്വറീസ് ആയിട്ടുള്ള സാധനങ്ങളിലോട്ട് പോകുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലോ ക്വാളിറ്റി സാധനങ്ങളിൽ നിന്ന് ഹൈ ക്വാളിറ്റിയോട്ട് പോകും. ഇപ്പോൾ നമുക്ക് സാധാരണ റേഷൻ ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് വരുമാനം കൂടുമ്പോൾ നമ്മൾ വേറെ ഫുഡായിരിക്കും വാങ്ങിക്കുക. അതുപോലെ എന്താണ്, ബൈക്കിന് പകരം നമ്മൾ കാറായിരിക്കും യൂസ് ചെയ്യുന്നത്, ബസ്സിന് പകരം നമ്മൾ ട്രെയിനായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വരുമാനം അനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. അതേസമയം നമ്മുടെ വരുമാനം കുറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറഞ്ഞ വസ്തുക്കൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. ഇതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനിയാണ് നോക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷണൽ ഗുഡാണ്. അതായത് ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു ഉപയോഗിക്കുന്നു. നമ്മൾ ഏത് വസ്തുവാണോ മാറ്റിയത് ആ വസ്തുവിൻ്റെ അതേ സാറ്റിസ്ഫിക്കേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വസ്തുവിനും ലഭിക്കുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഗുഡ് എന്ന് പറയുന്നത്. അതായത് കോഫിക്ക് പകരം ടീ, അല്ലെങ്കിൽ ടീക്ക് പകരം കോഫി, ബസ്സിന് പകരം ട്രെയിന്, അല്ലെങ്കിൽ ട്രെയിനിന് പകരം ബസ്. ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ. അടുത്ത് നോക്കുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്തെന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ജോയിൻ്റ്ലി കൺസ്യൂം ചെയ്യുന്ന വസ്തുക്കളുണ്ടല്ലേ, ഇപ്പോൾ പെന്ന്, ഇങ്ക്. അതായത് നമുക്ക് ഒരു വസ്തുവിനോടൊപ്പം മറ്റൊരു വസ്തു കൂടി നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ സാറ്റിസ്ഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബ്രെഡ്, ജാം, അതുപോലെ തന്നെ കാറും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ നോക്കുക. ഇനി നോക്കുന്നത് എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നതാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ദ അതർ തിങ്സ് റിമൈനിങ് സെയിം, മറ്റുള്ളത് വസ്തുക്കൾ എന്താണ് സെയിം ആകുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് കുറയും.
അതായത് ഒരു ഇൻവേഴ്സ് റിലേഷനാണ് ഡിമാൻഡും പ്രൈസിലും തമ്മിലുള്ളത് എന്നാണ് ഉള്ളത്. അതായത് അതർ തിങ്സ് റിമൈനിങ് സെയിം, ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഇൻക്രീസ് ആൻഡ് ദി ഡിമാൻഡ് ഡിക്രീസ്. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡാണ്. അതായത് ഡിമാൻഡിൽ 2 തരം ചേഞ്ച് ഉണ്ടാകും. ഒന്നെന്ന് പറയുന്നത് മൂവ്മെൻറ്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ്, അതായത് ഒരേ സെയിം ആയിട്ടുള്ള ഡിമാൻഡ് കർവിൽ തന്നെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റും പിന്നീട് ഉണ്ടാകുന്നത് ഡിമാൻഡിലെ ഷിഫ്റ്റുമാണ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡുമാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് കർവ്, മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് എക്സ്പാൻഷനും മറ്റൊന്ന് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും. ഇതിലെന്താണ്, പ്രൈസിന് ചേഞ്ചസ് ഉണ്ടാകും, പക്ഷേ നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡൗൺവേർഡിലോട്ട് ഷിഫ്റ്റ് ആവും. അതിനെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതെന്താണ്, അപ്വേർഡ് മൂവ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്, പ്രൈസ് കുറയുന്നു, അപ്പോൾ ഇത് എന്താണ്, ഡിമാൻഡ് ഡൗൺവേർഡ് ചെയ്യുന്നു. പ്രൈസ് കൂടുമ്പോൾ എന്താണ്, കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്, ഡിമാൻഡ് അപ്വേർഡ് മൂവ് ചെയ്യുന്നു. ഇത് നമ്മൾ നോക്കുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവാണ്. ഇതെന്താണ്, ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റാണ്. നേരത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റാണ് നോക്കുന്നത്. ഷിഫ്റ്റ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് കാരണമാണ് ഷിഫ്റ്റ്, അതായത് ഡിമാൻഡിൻ്റെ കർവിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് കാരണമാണ്. ആദ്യത്തേന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഡിമാൻഡാണ്. അതായത് മോർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകും. സെയിം പ്രൈസിൽ ധാരാളം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവുകയും പ്രൈസ് അതേ സെയിം ലെവലായിരിക്കും. അപ്പോൾ അതിനെയാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് മോർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ടാകുന്നു. സെയിം പ്രൈസിൽ ലെസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ടാകുന്നു. നമ്മുടെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത് മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് അപ്വേർഡ് മൂവ് ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡിൻ്റെയും അതുപോലെ തന്നെ പ്രൈസിൻ്റെയും ചേഞ്ചാണ് കണ്ടുപിടിക്കുന്നത്. പ്രധാനമായിട്ടും 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഒന്നാമത്തേത് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വേണം പറയുന്നത്. പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ED = ഇൻഫിനിറ്റി. അതായത് ചേഞ്ച് ഇൻ പ്രൈസ് ലെഡ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അതായത് പ്രൈസിലുണ്ടാകുന്ന ചെറിയ ഒരു മാറ്റം ഇൻഫിനിറ്റ് ചേഞ്ച്, അതായത് ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു. അതാണ് എന്താണ്, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് ED = ഇൻഫിനിറ്റി. ഇനി അടുത്ത് നോക്കുന്നത് പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതായത് ED = 0. അതായത് ചേഞ്ച് ഇൻ പ്രൈസ് ഡസ് നോട്ട് എഫക്റ്റ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. അത് ED > 1. അപ്പോൾ ഇവിടെ എന്താണ്, പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്നു. ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ലെസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡിൽ ഉണ്ടാകുന്നു. അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതായത് ED = 1. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിലുണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡിലുണ്ടാകും. അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഈക്വലായിട്ട് ഡിമാൻഡിലും ഉണ്ടാകുന്നു.
എലാസ്റ്റിസിറ്റിയുടെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ വരുന്നതാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഈ എല്ലാം കൂടി ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കിയിട്ട് പോകുക. ഇനി നോക്കുന്നത് മെഷറിങ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡ് നമുക്ക് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പെർസെൻറ്റേജ് മെത്തേഡ്. നമ്മളപ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ് മാത്രമാണ് നോക്കുന്നത്. പെർസെൻറ്റേജ് മെത്തേഡ് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു P/Q ആണ് ചെയ്യുന്നത്. അതായത് പെർസെൻറ്റേജ്. നമുക്കൊരു ക്വസ്റ്റ്യനിൽ കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ് ഫ്രം 60 to 70. അതായത് പെട്രോളിൻ്റെ രൂപ 60-ൽ നിന്നും 70-ലോട്ട് മാറി. അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി 100-ൽ നിന്ന് 80 ലിറ്ററിലേക്ക് കുറഞ്ഞു. എങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ΔQ/ΔP ഇൻറ്റു P/Q. ഇതിൽ ΔQ എന്താണ്? 80 ലിറ്റർ ഉണ്ടായിരുന്ന ഡിമാൻഡ് 80-ലോട്ട് കുറഞ്ഞു. അപ്പോൾ ΔQ എന്ന് പറയുന്നത് 20 ΔP എന്ന് പറയുന്നത് എന്താണ്? 60 രൂപയിൽ നിന്ന് 70 രൂപയിലോട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ΔP എന്ന് പറയുന്നത് 10 രൂപയാണ് അവിടെ ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. 20/10 ഇൻറ്റു മുമ്പുണ്ടായിരുന്നതാണ് P/Q എന്ന് പറയുന്നത്. പുതിയ പൈസയല്ല, ബേസ് ഇയറിലെ തുകയാണ് നമ്മൾ P/Qയിൽ എടുക്കുന്നത്. അപ്പോൾ ബേസ് ഇയറിൽ എന്തായിരുന്നു? അത് മുമ്പ് ഉണ്ടായിരുന്നത് ഏതായിരുന്നു? 60 അല്ലേ? അപ്പോൾ 60 ആണ് പെട്രോളിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡിമാൻഡ് എന്തായിരുന്നു? 100 ലിറ്റർ ആയിരുന്നു. അപ്പോൾ 20, അതായത് ΔQ എന്ന് പറയുന്നത് 20 ആണ്. ΔP എന്ന് പറയുന്നത് 10 P എന്ന് പറയുന്നത് 60-ഉം Q എന്ന് പറയുന്നത് 100-ഉമാണ്. അപ്പോൾ 20/10 ഇൻറ്റു 60/100 ചെയ്യുമ്പോൾ നമുക്ക് 1.2 കിട്ടും. ഈ 1.2 നമ്മളിപ്പോൾ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. 1.2 എന്താണ്? ഒന്നിനെയും കാട്ടി കൂടുതലാണ്. അപ്പോൾ ഒന്നിനെയും കാട്ടിയും കൂടുതലാകുമ്പോൾ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ് വരുന്നത്? ഹൈ ഇലാസ്റ്റിസിറ്റി ആണ് അല്ലേ? അപ്പോൾ മോർ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡാണിത്. അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ഒരു കൺക്ലൂഷനും കൂടെ എഴുതണം. ഇത് മോർ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ വളരെ ഈസിയാണ്. ഇക്വേഷനിലിടുക. ലാസ്റ്റ് വരുന്ന തുക ഏതാണ് എന്ന് നോക്കി അത് ഏത് എലാസ്റ്റിസിറ്റി ഡിമാൻഡിലാണ് വരുന്നത് എന്നുകൂടി നമ്മൾ ഓർത്തിട്ട് അത് കണ്ടുപിടിച്ച് അതും കൂടെ എഴുതിയാലായിരിക്കും നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൽ ഒരു പോയിൻറ്റും കൂടെ ഓർക്കാനുണ്ട്. നമ്മുടെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് E=1 എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോല ആയിരിക്കും. അതായത് നമ്മുടെ ഈ കർവിലെ ഏതൊരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഡിമാൻഡും പ്രൈസും ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റെക്റ്റാങ്കുലർ ഹൈപ്പർബോല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആകൃതിയും റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ ഓർക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. നമ്മുടെ ഇപ്പോൾ ഈ ഡിമാൻഡിൽ നിന്ന് നമുക്ക് മോഡൽ എക്സാമിന് യാതൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് 12 മാർക്കോളം ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഡിമാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരിക്കും. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നല്ല രീതിയിൽ നോക്കി പോവുക. ഈ റിവിഷൻ ക്ലാസ്സിൽ മലയാളം നോട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ